കുവൈറ്റിലെ ഏറ്റവും വലിയ പാർക്ക് ഏതാണെന്നറിയൂ? ദേ നമ്മളിന്ന് പോകുന്നത് കുവൈറ്റിലെ ലാർജസ്റ്റ് പബ്ലിക് പാർക്ക് ആയിട്ടുള്ള അൽ ഷഹീദ് പാർക്കിലോട്ടാണ് കേട്ടോ. 2015 ഓപ്പൺ ചെയ്ത ഈ പാർക്ക് റോഡിന്റെ 2 സൈഡിലായി 2 ഫേസിലായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാർക്ക് വിസിറ്റ് ചെയ്യാൻ എൻട്രി ഫീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഭയങ്കര സെറീൻ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് കേട്ടോ അൽ ഷഹീദ് പാർക്കിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള നമ്മുടെ മനസ്സിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ ഒരു പാർക്കിനുള്ളത്. ഇവിടെ വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയയും കഫേസും റെസ്റ്റോറൻറ്റ്സും വാഷ്റൂമും പ്രയർ ഏരിയയും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതെ വീൽ ചെയർ ആക്സസ് ഉള്ള ഈ പാർക്കിൽ പക്ഷെ സ്മോക്കിങ്ങും ബാർബിക്യും എല്ലാം പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. ജോഗിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ സെപ്പറേറ്റഡ് ഏരിയയും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് കേട്ടോ. ഇത്രയും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഈ ഒരു പാർക്ക് എന്ത് ഭംഗിയായിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ജീവനക്കാരൊക്കെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളൊരു ഏരിയയിൽ പോയി അവിടെ ഇരിക്കരുത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കരുത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ഒരു പാർക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പിന്നെ അത് ഇപ്പോഴത്തെ ചൂടിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ നിറയെ പൈപ്പുകളൊക്കെ ഈ പാർക്കിലുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അത് കൂടെ നടക്കുമ്പോൾ ചെറിയൊരു കുളിർമയൊക്കെ ഫീൽ ചെയ്യും. ഫേസ് 1 മുഴുവൻ ഈ ഹരിതാഭിയും പച്ചപ്പും ആണെങ്കിൽ ഫേസ് 2 നമ്മളെ കാത്തിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷനും വാട്ടർ ഫൗണ്ടെയിനും എല്ലാമാണ് കേട്ടോ. പിന്നെ ദേ ഈ 2 ഫേസുകളും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് കൂടെ ഉള്ളൊരു വഴിയാണ്. ദേ ഇവിടെ നോക്കിക്കേ, നല്ല സൺസെറ്റ് ഒക്കെ കണ്ട് ഇരുന്ന് ചായ കുടിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പെരുന്നാളിന് ഇവിടെ വെച്ചിട്ടാണ് ഫയർ വർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുവൈറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്സിന്റെ മിനിയേച്ചർ വേർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കുവൈറ്റ് ടവർ ഉണ്ട്, ലിബറേഷൻ ടവർ ഉണ്ട്, അങ്ങനത്തെ ഒത്തിരി മിനിയേച്ചേഴ്സ് ഇത് ഇവിടെ ഉണ്ട്. പിന്നെ അത് ഈ ഒരു ബോട്ട് നോക്കിക്കേ, എന്ത് രസമാണ് കാണാൻ. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഈ അൽ ഷഹീദ് പാർക്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒത്തിരി സ്പോട്ടുകളുണ്ട്. ഈ കണ്ണാടി പണ്ട് മുതലേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫേസ് 2 വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി സംഗതി ഉണ്ടെന്ന്. ഇത് ഒരു കൈ നോക്കിക്കേ, പിന്നെ ഈ ഒരു പക്ഷി, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലേക്ക്. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം ഇവിടെ വാട്ടർ ഷോ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് ശരിക്കും പോയത്, അച്ഛനും അമ്മയ്ക്കും വാട്ടർ ഷോ ഒക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടും അവിടെ എന്തൊക്കെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ടും വാട്ടർ ഷോ ടെമ്പററിലി ഒരു നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അൽ ഷഹീദ് പാർക്കിൽ സ്പെൻഡ് ചെയ്ത ഈ ഒരു ദിവസം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ കുവൈറ്റ് വിശേഷൻസ്. ബൈ.